നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര മികച്ച രൂപത്തിൽ പുരോഗമിക്കുകയാണല്ലോ. ആദ്യ ടെസ്റ്റ് ഇംഗ്ലണ്ട് 5 വിക്കറ്റ് ജയിച്ചപ്പോൾ രണ്ടാം ടെസ്റ്റ് നമ്മുടെ ടീം 336 റൺസിനാണ് വിജയിച്ചത്. ഇന്ത്യൻ ഹീറോകൾ അഭിനന്ദിക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം. സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ പ്രതികരണം നമ്മൾ ആദ്യം നോക്കുകയാണ്. അദ്ദേഹം പറയുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അദ്ദേഹം പങ്കുവച്ചു, ഗ്രേറ്റ് വിക്ടറി ഫോർ ഇന്ത്യ അറ്റ് എഡ്ജ്ബാസ്റ്റൺ. വളരെ ഫിയർലെസ് ആയിട്ട് ഇംഗ്ലണ്ടിനെ നമ്മൾ ആ വോളിലേക്ക് പുഷ് ചെയ്ത് വിട്ടു. ബ്രില്യൻലി ശുഭ്മൻ ഗില്ല് ബ്രില്യൻലി ബാറ്റ് കൊണ്ട് ലീഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ഫീൽഡിലും വളരെ മികച്ച പെർഫോമൻസ്, ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് എല്ലാവരിൽ നിന്നും വന്നു. സ്പെഷ്യൽ മെൻഷൻ ടു സിറാജ് ആൻഡ് ആകാശ് ഫോർ ദി വേ ദേ ബൗൾഡ് ഓൺ ദിസ് പിച്ച്. ഈ പക്ക ഫ്ലാറ്റായിട്ടുള്ള ബാറ്റിംഗ് പിച്ചിൽ അവർ പന്തെറിഞ്ഞ രീതിക്ക് സ്പെഷ്യൽ മെൻഷൻ ആകാശിനും സിറാജിനും കൊടുക്കുകയാണ് കിങ് കോഹ്ലി. കാരണം ആ പിച്ചിൻ്റെ സ്വഭാവം അതായിരുന്നു. അവിടെയാണ് ഈ 2 പേര് ചേർന്നുകൊണ്ട് 17 വിക്കറ്റ് എടുത്തത്. 10 വിക്കറ്റ് ആകാശിനും 7 വിക്കറ്റ് മുഹമ്മദ് സിറാജിനും. സോ അവർ തന്നെയാണ് ഈ കളി നമുക്ക് അനുകൂലമാക്കി തന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി നോക്കുക, അടുത്ത അഭിനന്ദനം നമ്മൾ നോക്കുന്നത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്നാണ്. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സിറാജിൻ്റെ ആ ക്യാച്ചിനെ. മനോഹരമായ ക്യാച്ചായിരുന്നല്ലോ അത്. ഇന്ത്യൻ താരങ്ങൾ തന്നെ ചിലർ തലയിൽ കൈവെക്കുന്നൊക്കെ കണ്ടല്ലോ. ജോൺ ഡി സിറാജ് എന്നെടുത്ത് പറയുകയാണ്. എന്നിട്ട് സിറാജിൻ്റെ ആ ചിത്രം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എൻജോയ് ദി ക്യാച്ച് ടേക്കൺ ബൈ മുഹമ്മദ് ജോൺ ഡി സിറാജ് എന്ന് പറഞ്ഞ് സച്ചിൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. എ ഷുബ്ലൈം ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ ശുഭ്മൻ ഗില്ലിനെ കൂടി ചേർത്ത് സബ്ലൈം ഇന്നിങ്സ് എന്നുള്ള അദ്ദേഹം ചേർക്കുകയാണ്. ഫ്രം മാൻ ഓഫ് ദി മൊമെൻറ്റ്, കൺഗ്രാജുലേഷൻസ് ശുഭ്മൻ ഗിൽ ഓൺ പവറിങ് ഇന്ത്യ ടു എ ബ്രില്യൻ ടെസ്റ്റ് വിക്ടറി. എന്നിട്ട് അദ്ദേഹം ഋഷഭ് പന്തിനെയും കെ എൽ രാഹുലിനെയും ജഡേജയെയും അവർ നന്നായിട്ട് ബാറ്റ് ചെയ്തതിന് എടുത്തു പറയുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ദി സെക്കൻഡ് ഇന്നിങ്സ്. ദെൻ ഇംഗ്ലണ്ടിന് എതിരെയുള്ള ഇന്ത്യയുടെ അപ്രോച്ച്, ഈ ഗെയിമിൽ നിന്ന് പുറത്താക്കാൻ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു അപ്രോച്ച് വളരെ മികച്ചതാണ്. സോ അവരെ ഡിഫറൻ്റ്ലി പ്ലേ അവരുടെ കളി രീതി വിട്ട് വ്യത്യസ്തമായ രൂപത്തിൽ കളിക്കാൻ അവരെ നിർബന്ധിതരാക്കിയായിരുന്നു. മേക്കിംഗ് ഷുവർ ദാറ്റ് ദർ വുഡ് ഓൺലി ബി വൺ വിന്നർ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ ടീമിൻ്റെ അപ്രോച്ച് വളരെ മികച്ചതായിരുന്നു. ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും അധികം ഇമ്പ്രസ് ചെയ്ത കാര്യം നമ്മുടെ ബൗളേഴ്സ്. അവർ ബൗൾ ചെയ്ത ആ ഒരു ലെങ്ത്ത് അത് വളരെ വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ആകാശ് ദീപ് വാസ് ദി സ്റ്റാൻഡ് ഔട്ട് ബൗളർ ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ ഹി ബൗൾഡ് ദി ബോൾ ഓഫ് ദി സീരീസ് ടു ജോ റൂട്ട്. നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് സച്ചിൻ പറയുന്നത്. നമ്മളൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു. ബോൾ ഓഫ് ദി സീരീസ് എന്ന് പറയാവുന്നതാണ് ജോ റൂട്ടിനെ പറഞ്ഞു വിട്ട പന്ത്. അത് സച്ചിനും എടുത്തു പറയുന്നു. ഒപ്പം അദ്ദേഹം സിറാജിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ കിടലൻ ക്യാച്ച് അത് കൃത്യമായിട്ട് താൻ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ എടുത്തു പറയുന്നു. യുവരാജ് സിംഗ് പറയുന്നു, ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് വിജയിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ഒരു സന്തോഷം നമുക്കുണ്ടാക്കുന്ന ഒന്നാണ്. അതും ബുംറ ഇല്ലാതെ നമ്മുടെ നാട്ടിലല്ലാതെ ഒരു എവേ മത്സരം. എന്നിട്ട് ബാക്ക് ടു ദി വോൾ ആൻഡ് സ്റ്റിൽ ദി ബോയ്സ് ഫൗണ്ട് എ വേ. ആകാശ് ദീപ് വാസ് ഫിയർലെസ് ആൻഡ് അൺപ്ലേയബിൾ എടുത്തു പറയുന്നുണ്ട് ആകാശ് ദീപിൻ്റെ ബൗളിംഗ് പെർഫോമൻസിന്. ശുഭ്മൻ ഗില്ല് മികച്ച രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കണ്ട മികച്ച മെച്യൂരിറ്റി കാഴ്ചവെച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള വിജയങ്ങൾ നമ്മൾ ഓർമ്മിക്കും. ഇനി അടുത്ത മത്സരത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു സീരീസ് നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റട്ടെ എന്നുകൂടി യുവരാജ് സിംഗ് എടുത്തു പറയുന്നുണ്ട്. അതേസമയം VVS ലക്ഷ്മണൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. വെൽ ഡൺ ടീം ഇന്ത്യ ഓൺ ആൻ എക്സെപ്ഷണൽ വിക്ടറി. തീർച്ചയായിട്ടും ടീമിൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ്, റെസിലിയൻസ് അതൊക്കെ വളരെ അമേസിംഗ് ആയിരുന്നു. ശുഭ്മൻ ഗില്ലിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് മാച്ചാണ് അവൻ കളിച്ചത്. മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തി. അതോടൊപ്പം തന്നെ ടീമിനെ മികച്ച രൂപത്തിൽ നയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിക്ക് മികച്ചൊരു സ്റ്റാർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രേറ്റ് എഫേർട്ട് ഫ്രം സിറാജ് ആൻഡ് ആകാശ് ദീപ്. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ മാച്ചസ് എന്നുകൂടി VVS ലക്ഷ്മൺ കുറിക്കുകയാണ്. വെരി വെരി സ്പെഷ്യൽ ലക്ഷ്മൺ. ഇനി സൗരവ് ഗാംഗുലിയുടെ പ്രതികരണത്തിലേക്ക് പോകാം.
വാട്ട് എ പെർഫോമൻസ് ഫ്രം ശുഭ്മൻ ഗിൽ ആൻഡ് ഹിസ് ടീം. ബാറ്റ് കൊണ്ടും ഇപ്പോൾ ബോൾ കൊണ്ടും ആകാശ്ദീപും സിറാജും ജസ്റ്റ് ബ്രില്യൻ്റ് ആയിരുന്നു. ഇന്ത്യൻ അറ്റാക്ക് ഇംഗ്ലീഷ് അറ്റാക്കിനേക്കാൾ സുപ്പീരിയർ ആയിട്ടാണ് തോന്നിയത്. ആകാശ്ദീപ് ആൻഡ് സിറാജ് ആർ വർക്ക് ഹോഴ്സസ്. ഇന്ത്യ വിൻ വിത്തൗട്ട് ബൂംറ, അതുകൂടി നമ്മൾ നോക്കണം. ഇതിനേക്കാൾ നല്ലൊരു റിസൾട്ട്, ഒരു ഫാൻറ്റാസ്റ്റിക് ഗിൽ ഇൻചാർജായ ഘട്ടത്തിൽ ഇതിനേക്കാൾ ബെറ്റർ റിസൾട്ട് ഇല്ല. വാട്ട് എ ഫാൻറ്റാസ്റ്റിക് ബാറ്റിംഗ് എഫേർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശുഭ്മൻ ഗില്ലിനെ മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നു. ദെൻ കുൽദീപ് യാദവ് കുറിക്കുന്ന പ്രഷർ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഹാൻഡിൽഡ്, ഹിസ്റ്ററി മെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുൽദീപ് യാദവ് അവർ സന്തോഷം കുറിക്കുന്നുണ്ട്. വീരേന്ദ്ര സെവാഗിൻ്റെ പ്രതികരണം നമ്മൾ നോക്കിയാണ്. സെവാഗ് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് വിന്നാണ് ബർമിംഗ്ഹാമിൽ നമ്മുടെ ടീം നേടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഓർമ്മിക്കപ്പെടും. ശുഭ്മൻ ഗില്ലിൻ്റെ ടെസ്റ്റ് മാച്ച് എന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻക്രെഡിബിൾ പെർഫോമൻസ് ബാറ്റ് കൊണ്ട് 430 റൺസാണ് അടിച്ചത്. അതോടൊപ്പം തന്നെ ദി എഫേർട്സ് ഫ്രം സിറാജ് ഇൻ ദി ഫസ്റ്റ് ഇന്നിങ്സ് ആൻഡ് ആകാശ്ദീപ് ഇൻ ബോത്ത് ഇന്നിങ്സ് ഓൺ എ സർഫേസ് വിച്ച് ഡിഡിൻറ്റ് ഹാവ് മച്ച് ഫോർ ദി ബൗളേഴ്സ് വാസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്ട്. ആദ്യ ഇന്നിങ്സിൽ സിറാജിൻ്റെ പ്രകടനവും 2 ഇന്നിങ്സിലെയും ആകാശ്ദീപിൻ്റെ പ്രകടനവും അത് കൈയടിക്കപ്പെടേണ്ട ഒന്നാണ്. ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്ട് തന്നെയാണ്. വെൽ ഡൺ ടീം എന്ന് വീരേന്ദ്ര സെവാഗ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ താരങ്ങളുടെയും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹർഭജൻ സിംഗ് പറയുന്നത് ഇന്ത്യ രജിസ്റ്റേർഡ് ദെയർ ബിഗ്ഗസ്റ്റ് എവർ ടെസ്റ്റ് വിൻ എവേ ഫ്രം ഹോം അണ്ടർ ശുഭ്മൻ ഗിൽ. വെൽ പ്ലേഡ് ടീം ഇന്ത്യ, വെൽ ബൗൾഡ് എന്നെടുത്ത് പറയുന്നത്. അങ്ങനെ ഓരോ മുൻ താരങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിനിടയ്ക്കൊരു ചെറിയ വിവാദം വന്നിട്ടുള്ളത് ജയ്ഷായുടെ ട്വീറ്റിലാണ്. ജയ്ഷ കുറിച്ചത് ഇങ്ങനെയാണ്: ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് മാച്ച് ഷോക്കേസിങ് ദി ഡെപ്ത് ആൻഡ് റെസിലിയൻസ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശുഭ്മൻ ഗില്ലിൻ്റെ 161 റൺസിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. വേറെ ഇന്നിങ്സ് ഓഫ് റെയർ ക്വാളിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ആകാശ്ദീപിൻ്റെ 10 വിക്കറ്റ് നേട്ടം ഒരു ബ്രേക്ക് ത്രൂ പെർഫോമൻസ് ആണ്. വാല്യൂബിൾ കോൺട്രിബ്യൂഷൻസ് ഫ്രം ജഡേജ ആൻഡ് ഋഷഭ് പന്ത് added to well earned team win. Looking forward to the next contest at Lords എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുക. അപ്പോൾ ഇതിൽ 10 വിക്കറ്റ് എടുത്ത ആകാശ്ദീപിനെ, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ബാറ്റിംഗ് 2 ഇന്നിങ്സിലും ചെയ്തിട്ടുള്ള ശുഭ്മൻ ഗില്ലിനെ, ജഡേജയെ 2ാം ഇന്നിങ്സിൽ മികച്ച പ്രകടനം നടത്തിയ പന്തിനൊക്കെ പറയുമ്പോൾ ടെസ്റ്റിൽ 7 വിക്കറ്റ് വീഴ്ത്തിയ സിറാജിനെ അദ്ദേഹം മെൻഷൻ ചെയ്യാത്തത് വിവാദമായി മാറിയിട്ടുണ്ട്. പക്ഷേ കോഹ്ലിയാണെങ്കിലും സച്ചിനാണെങ്കിലും ഗാംഗുലിയാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒക്കെ സിറാജിനെ എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ആ വഴിക്ക് അങ്ങ് പോകട്ടെ, നമുക്ക് അതിലേക്ക് കടക്കേണ്ടതില്ല. ടീം ഇന്ത്യ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. അടുത്ത ടെസ്റ്റിലും ഇതേപോലെ മികച്ച പ്രകടനം നടത്താൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.